ഓണക്കാലത്ത് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന 11 ദിവസത്തെ വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 78.67 കോടി രൂപയാണ് അധിക വരുമാനമുണ്ടായത്. സംസ്ഥാനത്തെ 20 ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പിക്ക് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കും. അവിട്ടം ദിനത്തിലെ കണക്കുകൾ കൂടി പുറത്തുവന്നതോടെ മദ്യവിൽപ്പന സർവകാല റെക്കോർഡിലേക്ക് എത്തി. ഉത്രാട ദിനത്തിലായിരുന്നു കച്ചവടം കൂടുതൽ പൊടിപിടിച്ചത്. 137.64 കോടി. മലപ്പുറം ജില്ലയിലെ തിരൂർ ഷോപ്പിലാണ് കൂടുതൽ കച്ചവടം, 6.41 കോടി. രണ്ടാമത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് 6.40 കോടി. ഇതിനിടെ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് 20 രൂപ അധികം നൽകണം. ഒഴിഞ്ഞ മദ്യക്കുപ്പി തിരികെ നൽകിയാൽ പണം തിരിച്ചു നൽകും. ഒക്ടോബർ 1 തൊട്ട് എല്ലാ ഷോപ്സിലെ ബാഗ്സ് ഞങ്ങൾ സപ്ലൈ ചെയ്തിരിക്കും. അന്ന് തൊട്ട് പിന്നെ ന്യൂസ് പേപ്പറുടെ ഈ പരിപാടി ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വേണമെങ്കിൽ സ്വന്തം പൈ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് വാങ്ങാം. അടുത്ത മാസം മുതൽ മദ്യം വാങ്ങാനെത്തുന്നവർ ബാഗ് കൊണ്ടുവരികയോ ബെഫ്കോയുടെ ക്യാരി ബാഗ് പണം മുടക്കി വാങ്ങുകയോ ചെയ്യണം. ഓണക്കാലത്തെ ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് 1457 പേരാണ്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച 45 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 242 കിലോ കഞ്ചാവും 185 കഞ്ചാവ് ചെടികളും പിടികൂടി. 234 ഗ്രാം ഹെറോയിൻ, 44 ഗ്രാം ബ്രൗൺ ഷുഗർ, 1.5 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി. MDMAയും LSDയും മെത്താഫെറ്റമിനും പിടികൂടിയിട്ടുണ്ട്. 21 ലക്ഷം രൂപ പിഴയായി ഈടാക്കി. 24 തിരുവനന്തപുരം.